ഹായ് ഫ്രണ്ട്സ്, ട്രാമ്പ് ആൻഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ സ്റ്റൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എന്താണെന്നോ, ഈ ഒരു വീഡിയോ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്കും അബേട്ടും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ടൈം ഒട്ടും കിട്ടുന്നില്ല ഇപ്പോൾ. കാരണം രണ്ടുപേരും നല്ല തിരക്കാണ്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് ട്രൈ ചെയ്തതാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ എൻ്റെ മൊബൈലിൽ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് വെച്ച് കുക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് സത്യത്തിൽ ഈ സ്റ്റാൻഡിലൊക്കെ ഫോൺ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അബേട്ടിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അബേട്ട ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുമോ എന്ന് കരുതി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂ നല്ല യമ്മി റെസിപ്പിയാണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കൂ. സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഗരം മസാല സെറ്റ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 മീഡിയം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 5 പച്ചമുളക് നമുക്ക് മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു ശകലം ഉപ്പുകൂടെ, ആ ഒരു ഓണിയൻ ഒന്ന് വാടി കിട്ടാൻ പാകത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് സോട്ട് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒനിയൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1.5 കിലോ ചിക്കൻ കഴുകി വാരി വെച്ചേക്കണെയാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ആട്ടോ. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ചിക്കനും കൂടെ വേണ്ട ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ്സ് നന്നായിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 500 ml നമ്മുടെ 2ാം പാലാട്ടോ, കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ. അതിനുശേഷം ഞാനൊരു 15 കാഷ്യൂ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചായിരുന്നു. അത് ഞാൻ ക്രഷ് ചെയ്ത് പേസ്റ്റാക്കിയ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ക്രഷ്ഡ് പെപ്പറാണ്. ഞാനൊരു 1.5 ടീസ്പൂണാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് പച്ചമുളകും കൂടുതൽ പെപ്പറുമാണ് സ്റ്റൂവിന് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വയ്ക്കുക. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ കുറച്ച് നേരം കൂടെ തിളയ്ക്കാൻ വിട്ടു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിനകത്തോട്ട് ഞാനൊരു 250 ml നല്ല കട്ടി കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ, അതായത് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1ാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ ഒത്തിരി കുക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്, അതായത് ആ പാല് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി ചെറിയൊരു ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാല് പിരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതുപോലെ നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കുറവാണെങ്കിൽ ആ പൊട്ടറ്റോ എല്ലാം ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക്. ഇനി അടുത്തത് നമ്മൾ താളിക്കാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 5 ഷാലറ്റ്സ്, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റൂവിലോട്ട് ഈ ഒരു ഓണിയൻ ഷാലറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. അതേ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.